ആവറേജ് പടം. കൂടുതൽ നോവൽ വായിച്ചതിൻ്റെ അത്ര ആയിട്ട് വന്നിട്ട് നല്ല പടം, നല്ല പടം. അടിപൊളി പടം, അടിപൊളി പടം. കൂടുതലൊന്നും പറയില്ല, അടിപൊളി പടം. കൊള്ളാം, നല്ല സിനിമ, നല്ല സിനിമ, നല്ല സിനിമ. കൂടുതൽ അഭിപ്രായമൊന്നുമില്ല, നല്ല സിനിമ. നല്ല മൂവിയായിരുന്നു, നല്ല മൂവി. ഒന്നും പറയാനില്ല, സൂപ്പറാണ്, ഒന്നും പറയാനില്ല. തിയേറ്റർ തന്നെ കാണണം, ടി വിയിലാണ്ട് കാര്യമില്ല. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. അഭിനയം ഒരു രക്ഷയില്ല, എങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നതാണ് ഒരു രക്ഷയില്ല. നമുക്ക് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ തിയേറ്റർ തന്നെ കാണണം. കേട്ടോ, നല്ല ഫിലിമായിരുന്നു. തിരേൻ്റെ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. കൊള്ളാം, നല്ല പടം, നന്നായിട്ടുണ്ട്. ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ലെവൽ ഫോട്ടോഗ്രാഫിയും സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക് പൊളി, ഒരു രക്ഷയില്ല. ഇതൊരു വേൾഡ് ക്ലാസ് ആണ്. ഓസ്കാർ വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു പടമെന്ന് തോന്നുന്നു. ഇതല്ല, ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, വായിക്കാതെ പോയി കാണുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. നല്ലത് തിരിച്ചറിവല്ലല്ലോ, പുള്ളിക്കാരി പടത്തിന് വേണ്ടി നിന്നല്ലേ എത്ര നാൾ. മൂവിയാണ്, എല്ലാവരും വാച്ച് ചെയ്യേണ്ട മൂവിയാണ്. ആക്ടിങ് വൈസ് തന്നെ അതിൻ്റെ ഡെഡിക്കേഷൻ എല്ലാം കാണാനുണ്ട് ശരിക്കും. പിന്നെ അടിപൊളി മൂവി, ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഇങ്ങനെ ലാസ്റ്റ് സീന് മരുഭൂമി ആയതുകൊണ്ട് ഇച്ചിരി ഇതായിരുന്നു പടം അങ്ങനെ അടിപൊളി. റിയൽ ലൈഫ് സ്റ്റോറി അല്ലേ, അപ്പം പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. കൊള്ളാം, കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈഫ് ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെ ഒരാൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ലൈക്ക് മൊത്തം ഡയറക്ഷൻ ആണെങ്കിലെല്ലാം. അയ്യോ, പൃഥ്വിരാജ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ആ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പെയിൻ അയാളുടെ ഉള്ള. നല്ല പടം, ഇമോഷണൽ, അവസാന നിമിഷം നല്ല ഇമോഷണൽ ആയിട്ടുണ്ട്. കൊള്ളാം, നല്ല സിനിമയാണ്. ഈ സിനിമയായിട്ട് വരുമ്പോൾ, ഈ സിനിമ നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ ആ സ്റ്റോറി നമ്മൾ ഈ സിനിമയായിട്ട് മുഴുകി പോവുകയാണ്. നമ്മുടെ സിനിമയിലായി പോവുകയാണ്. നമ്മൾ ആ മരുഭൂമി പെട്ട പോലെയാണ്. നമുക്ക് ദാഹിക്കും, ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. 10% ക്ലാസ് സിനിമ. പൃഥ്വിരാജ് എന്തായാലും ഒരു നാഷണൽ അവാർഡ് ഈ മൂവിയുടെ ആക്ടിങ് കൊടുക്കണം. ആ രീതി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അറുമാതിച്ചിട്ടുണ്ട്, ആറാടിയിട്ടുണ്ട്. ഞാൻ രാജുചേട്ടൻ്റെ പടം കണ്ടിട്ടുള്ളൊരു ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. കിട്ടില്ല പടം. സ്റ്റിൽ ഇൻ ദാറ്റ് മൂഡ്. അവിടെ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും അവിടെ തന്നെയാണ്, ഇപ്പോഴും ആ മരുഭൂമിയിൽ തന്നെ നിൽക്കുന്ന പോലെ. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പൃഥ്വിരാജ് ആണെങ്കിലും ബ്ലസ്സി അതിനു വേണ്ടി എടുത്ത എഫേർട്ട് ഇപ്പോൾ തന്നെ നജീബിനെ ഓർക്കുന്നു. ബെന്യാമിൻ്റെ ആ ഒരു ഇതെത്ര എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇറ്റ്സ് സോ പവർഫുൾ. ഇപ്പോഴും പറയുന്ന ഇത്രയേ ഉള്ളൂ, വാക്ക് സ്റ്റിൽ ഡൈ. ഇവർ എടുത്ത എഫോർട്ടൊക്കെ വർത്തായിരുന്നു. ഡോണ്ട് മിസ് ദിസ് എപ്പിക്. ഓക്കെ, നല്ല സിനിമയായിരുന്നു, എല്ലാവരും കാണേണ്ട സിനിമ. കൊള്ളാം, വളരെ മികച്ച അഭിനയമായിരുന്നു. പുള്ളിക്കാരനെ ഇത് സ്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം കൊള്ളാം, കാരണം അഭിനയമാണെങ്കിൽ എല്ലാവരും അഭിനയം അടിപൊളിയാണ്. നമ്മൾ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തതിൽ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അടിപൊളിയാണ്, സൂപ്പർ മൂവി. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്, ആരും മിസ് ചെയ്യരുത്, കാണണം. കാണിച്ചിട്ട് ഇത് മലയാളത്തിൽ നിന്നൊരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഇതൊരു മലയാളം ഫിലിമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് യൂണിവേഴ്സലി എല്ലാവർക്കും കണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് ക്ലാസ് സ്റ്റഫാണ് ബ്ലസ്സി എടുത്ത് വെച്ചിരുന്നത്. 16 വർഷമായിട്ട് മേക്ക് ചെയ്യുന്ന സാധനമാണ്. എന്നാലും നമുക്ക് പറയാം വൺ ഓഫ് ദി ബെസ്റ്റ് സർവൈവൽ ഡ്രാമ. നമ്മൾ ഈ ഇടയ്ക്ക് മഞ്ഞുമൽ കണ്ടു, എന്നാൽ ഇത് വേറൊരു രീതിയിൽ കുറേ കൂടെ ഫീൽ ആവുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉള്ള മനോഹരമായ ദൃശ്യവിസ്മയമാണ് ആടുജീവിതം. ഹൈലി റെക്കമെൻഡഡ്. സെക്കൻഡ് ഹാഫ് നല്ലതാണ്, എൻഗേജിങ്. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് തന്നെയാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ അഭിനയം നല്ല സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഓവറോൾ കൊള്ളാം. നല്ല അഭിനയം, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ബ്രില്യൻ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്. അതറിയില്ല, നമ്മൾ ആ കഥ വായിച്ച ഫീൽ കിട്ടിയിട്ടില്ല. കൊള്ളാം, സിനിമ കണ്ടിട്ട് നല്ല സിനിമ. എനിക്ക് നോവലാണ്, ആ നോവലിൻ്റെ ഫീൽ ഇതിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ കൊള്ളാം. അത്ര അടിപൊളി മേക്കിങ്ങും അടിപൊളിയായിരുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ, അടിപൊളി. അയ്യോ, ആ ഡെഡിക്കേഷൻ എടുത്ത് പറയണം. ഇത്രയും ആ ഒരു ശരീരമൊക്കെ കുറച്ച് കൊണ്ടുവന്നതൊക്കെ എനിക്കൊന്നും ഡയറ്റിങ്ങൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊക്കെ ഹൈലി അപ്രീഷിയബിളാണ്, അടിപൊളിയായിരുന്നു. പടം സൂപ്പറാണ് ബ്രോ. കാരണം 10% ക്ലാസിക് സിനിമ ക്ലാസ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും എൻ്റെ പൊന്ന് നമുക്ക് സ്റ്റോറി അറിയാവുന്നതാണ്. ആടുജീവിതം കഥ നമുക്ക് എല്ലാവരും അറിയാവുന്നതാണ്. നജീബിക്കനെ അറിയാവുന്നതാണ്, പുള്ളി ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ സിനിമയായിട്ട് വരുമ്പോൾ അതൊന്നും പ്രശ്നമല്ല, നമ്മൾ കണ്ടിരുന്നു പോകും. തുടക്കം മുതൽ അവസാനം വരെ എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. ഇതെന്തായാലും തിയേറ്ററിൽ പോയി കാണണം. കാരണം മിസ് ചെയ്യരുത്, അത്രയ്ക്ക് ക്ലാസ്സായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളും ശരിക്കും ഒരു ഫീലാണ് പടം. അവിടെ തിയേറ്ററിൽ പോയി എന്തായാലും കാണേണ്ട ആവശ്യമുണ്ട്. അത്രയ്ക്ക് രീതി നന്നായി എടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഡിസേർവ്സ് ആണ് ഓസ്കാർ ഫോർ ദിസ് മൂവി. സൂപ്പറായിരുന്നു. എല്ലാവരുടെയും ആർട്ടും ഡയറക്ഷനും എല്ലാവരുടെയും എഫേർട്സും അടിപൊളിയായിരുന്നു. ഭയങ്കര രാജുചേട്ടൻ ഭയങ്കര എഫേർട്ടൊക്കെ എടുത്ത് ഡെഡിക്കേറ്റ് ചെയ്ത് ബോഡിയൊക്കെ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു.